ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ആദ്യമായാണ് ദൈവവചനവുമായി ദേവസഭയുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനാൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ദേവസഭ ക്ഷമിക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു അനുഗ്രഹീതമായ ഒരു ആരാധന നമുക്ക് ഈ പകൽക്കാലം ദൈവം നൽകി തന്നല്ലോ. കടന്നു വന്ന ദൈവജനത്തിന് ഒത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലം എനിക്ക് ലഭിച്ചിരിക്കുന്ന വചനം സങ്കീർത്തനങ്ങൾ 23 എനിക്കറിയാം. ചർച്ചിൽ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു സങ്കീർത്തനമാണ്. ഇടയലേഖനം എന്നറിയപ്പെടുന്നു, ചീഫ് സാം എന്നെല്ലാം അറിയപ്പെടുന്നു. സാംസ് 23 ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണാപ്പാടായിരിക്കും. ഏതൊരു സന്ദർഭത്തിലും നമുക്ക് എല്ലാവർക്കും റിസൈറ്റ് ചെയ്യാൻ, നമുക്ക് വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ പറ്റുന്ന ഇതിലേതൊരു വാക്യവും വളരെ വേഗം എല്ലാവർക്കും, കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ എല്ലാവർക്കും അറിയാവുന്നൊരു സങ്കീർത്തനമാണ് 23. സാംസ് 123, 91, 121 ഇതൊക്കെ എല്ലാവർക്കും വളരെ കാണാപ്പാടമായ ഒരു സങ്കീർത്തനമാണ്. ഞാൻ അതിൽ ഓരോ വാക്യങ്ങളും ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായി ആഗ്രഹിക്കുന്നു. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സങ്കീർത്തനങ്ങൾ 23 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ദൈവം ഒരു ഗോഡ് ആസ് എ ഷെപ്പേർഡ്, ദൈവം ഒരു ഇടയനായാണ് ഇതിൽ ഉപമിക്കുന്നത്. ഒരു ഉപമ എന്ന് പറയുമ്പോൾ ഒരു മെറ്റഫർ. ഗോഡ്, നമ്മൾ ആടുകളും കർത്താവ് ഇടയനുമായിട്ട്, അങ്ങനെയാണ് ആ മെറ്റഫർ വരുന്നത്. നമ്മൾ ഓരോ വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്കതൊക്കെ വളരെ കറക്റ്റായിട്ട് അതിൽ കാണുവാൻ സാധിക്കും. ആദ്യത്തെ വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. സോ യഹോവ എൻ്റെ ഇടയനാകുന്നു. നമുക്കറിയാം, ഒരു ആട്, നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് സിനാരിയോയിൽ ഒരു കുഞ്ഞ് പൈതൽ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ഒരു പ്രായം വരെ ആ കുഞ്ഞിൻ്റെ ഇടയൻ ആരാണ്? ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ്, അല്ലേ? ആ കുഞ്ഞിന് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ആ കുഞ്ഞ് നമ്മളിലേക്കാണ് നോക്കുന്നത്, മാതാപിതാക്കളിലേക്കാണ് നോക്കുന്നത്. അതിന് എന്തൊരു ആവശ്യം വന്നാലും അത് ഉടനെ മാതാപിതാക്കളെ ആണ് നോക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ആടിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇടയൻ വേണം. ഒരു ഇടയൻ ഇല്ലെങ്കിൽ അത് വഴി തെറ്റി, കൂട്ടം തെറ്റി പല സ്ഥലങ്ങളിലേക്ക് പോകും, ഇതൊക്കെ ചിതറി പോകും. അതാണ് ഇതിൽ ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല, എനിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യം ഇല്ല. ഇതേ ഉപമ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ 10:27 ഇതുപോലെ തന്നെ കർത്താവ് ഇടയനും നമ്മൾ ആടുകളുമായി ഉപമിച്ച് പറയുന്നുണ്ട്. അതുപോലെ സങ്കീർത്തനം 103 ഇതുപോലെ പറയുന്നുണ്ട്, യഹോവ ഇടയനും നമ്മൾ ആടുകളുമാണ്. നമുക്കപ്പോൾ എന്തൊരു വിഷമഘട്ടം വന്നാലും, സന്തോഷവും ദുഃഖത്തിലോ സന്താപത്തിലോ എന്ത് കാര്യത്തിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു തുണ ആരാണ്? കർത്താവാണ്. നമുക്ക് ഇപ്പോൾ ഞാനൊരു വാക്ക് ഒരാളോട് കൊടുത്താൽ ആ വാക്ക് ഒന്നുകിൽ മാറിപ്പോകാം, ഇല്ലെങ്കിൽ എനിക്കത് നിറവേറ്റാൻ സാധിക്കാതെ വരാം. പക്ഷേങ്കിൽ വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത കർത്താവ് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇനി 2-ാം വാക്യത്തിൽ പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ, പച്ചയായ പുൽപ്പുറങ്ങളിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അതിലൂടെ ഉദ്ദേശിക്കുന്നത് പീസ് ആൻഡ് റെസ്റ്റ്, അതായത് ഒരു സ്വസ്ഥതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഒരു പീസ് ഓർ റെസ്റ്റ് ആവശ്യമുള്ളപ്പോൾ അവിടെ സമാധാനവും ഒരു സുരക്ഷിതമായ ഒരു അന്തരീക്ഷവും കർത്താവ് നമുക്ക് അവിടെ നൽകി തരുന്നു, എൻ്റെ ഇടയിൽ നൽകി തരുന്നു എന്നുള്ളതാണ് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലെ തന്നെ 2-ാമത്തെ വാക്യത്തിൽ തന്നെ സെക്കൻഡ് ഫ്രേസ്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്. അതേസമയം നമ്മൾ ഇതിനു മുമ്പത്തെ ചാപ്റ്റർ 22-ൻ്റെ 15 ഒന്ന് വായിക്കാമോ ആരെങ്കിലും ഒരാൾ? യെസ്. തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ 22-ാം അധ്യായത്തിൽ ദാവീദ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദാവീദ് പറയുന്നത്, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു.
22-ാം അധ്യായത്തിൽ പറയുന്നു എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. 23-ാം അധ്യായത്തിൽ പറയുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. അതാണ് ആ വ്യത്യാസം. നമുക്ക് ഒരു കാലത്ത് കഷ്ടത ഉണ്ടാകാം, എന്നാൽ ഈ കഷ്ടതയിൽ നമ്മുടെ കൂടെ ദൈവമുണ്ട്. അതാണ് ആ വാക്യത്തിൽ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം വെള്ളത്തിനായി ദാഹിക്കുന്നു. അതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ് അവിടെ വരുന്നത്. സോ അതിൽ നിന്നൊരു വ്യത്യാസമാണ് ഇതിൽ ഗ്രന്ഥകാരൻ പറയുന്നത്. ഇനി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഈ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഹി റിസ്റ്റോഴ്സ് മൈ സോൾ. നമ്മുടെ ആത്മാവിനെ അവൻ റീസ്റ്റോർ ചെയ്യുന്നു. അതായത് നമുക്കൊരു ഒരു ശാശ്വതമായൊരു റെസ്റ്റ് നമുക്ക് അവിടെ തരും. നമ്മളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്ന പോലെ നമുക്കൊരു തണുപ്പാണ് അവിടെ ദൈവം നൽകി തരുന്നത്. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഇനി ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാം, ഇതിലൊക്കെയും ഗോഡ് ആസ് എ ഷെപ്പേർഡ് ഇതാണ് പറയുന്നത്. ഇനി 4-ാം വാക്യത്തിലും അങ്ങനെ തന്നെയാണ്. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കൂരിൽ താഴ്വരയിൽ കൂടി, മലയാളത്തിൽ ആ വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേ സമയം ഇംഗ്ലീഷിൽ വരുമ്പോൾ പറയുന്നത് യെസ്, ഈവൻ ദോ ഐ വാക്ക് through the darkest valley, through the valley of shadow of death എന്ന് പറയുന്നുണ്ട്. അതായത് നിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും, അങ്ങനെ ഒരു അർത്ഥം കൂടെ അവിടെ പറയുന്നുണ്ട്. അത്രത്തോളം ഡീപ്പായ ഒരു പ്രതിസന്ധിയിൽ ഞാൻ പോയാലും എൻ്റെ കൂടെ കർത്താവ് ഉണ്ട്. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. മറ്റൊരാൾക്ക് ഏതൊരു സാഹചര്യത്തിലും കൂടെ വരാൻ സാധിക്കുമോ? നമ്മുടെ ലൈഫിൽ നമ്മൾ അനേകം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകും. നമ്മളൊരു 5 വർഷം മുമ്പ് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അന്നുണ്ടായിരുന്ന പ്രതിസന്ധികളല്ല നമുക്ക് ഇന്നുള്ളത്. ഇന്ന് നമുക്ക് പ്രതിസന്ധികളുണ്ട്, പക്ഷേ അന്നത്തെ പ്രതിസന്ധികളെല്ലാം നമ്മൾ തരണം ചെയ്തു. കർത്താവിൻ്റെ ആ ശക്തിയോടുകൂടെ നമുക്കതെല്ലാം തരണം ചെയ്യാൻ സാധിച്ചു. ഇന്ന് നമുക്ക് മറ്റനേകം വിഷമസ്ഥിതികളുണ്ട്. ഫിനാൻഷ്യലി ആയിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഒട്ടനേകം നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ അനേകം കാര്യങ്ങളുണ്ട്. അനേകം ചിന്തകൾ തന്നെ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ എന്നാൽ ഏതൊരു സാഹചര്യത്തെയും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവാണ്. അതാണ് ഈ വാക്യങ്ങളിലൂടെയൊക്കെ നമ്മളെ ഉറപ്പിക്കുന്നത്. അത് 4-ാമത്തെ വാക്യത്തോടു കൂടി ആ ഒരു കാര്യം അവിടെ വീണ്ടും ഉറപ്പിച്ച് പറയാണ്. കുരിൽ താഴ്വരയിൽ കൂടി നടന്നാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അതാണ് ആ വാക്കിൻ്റെ മീനിങ് വരുന്നത്. നമുക്കറിയാം, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അതിനോടൊപ്പം ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ തീച്ചൂളയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് നോക്കുമ്പോൾ കാണുന്നത് 4ാമതൊരാൾ കൂടെ ആ തീയിൽ നിൽക്കുന്നതാണ് കാണുന്നത്. 4ാമതൊരാൾ തീയുടെ പുറത്താണോ നിൽക്കുന്നത്? അല്ല, ഇവരോടൊപ്പമാണ് നിൽക്കുന്നത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ കൂടെയാണ് കർത്താവ് ഉള്ളത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും 4ാമതൊരു പുരുഷനെയാണ് രാജാവ് നെബൂഖദ്നേസർ രാജാവ് കാണുന്നത്. സോ അതാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ത്രൂ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, അത്രയും ഒരു വാലിയിൽ പോലും നമ്മുടെ കൂടെ മറ്റാരും കാണത്തില്ല. നമുക്ക് വിശ്വസ്തനായ കർത്താവ് മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യത്തിലും മെയിനായിട്ട് അതിൽ ദൈവത്തെ ഒരു ഹോസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. നമ്മളൊരു ഗസ്റ്റിനെ എങ്ങനെ വെൽക്കം ചെയ്യുന്നു, എങ്ങനെ ഹോണർ ചെയ്യുന്നു എന്നുള്ള അങ്ങനെ ഒരു ഹോസ്റ്റായിട്ടാണ് ദൈവത്തെ കാണിക്കുന്നത്. നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാം, എൻ്റെ ശത്രുക്കൾ കാണിക്കുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ഒരു കസ്റ്റമായിരുന്നു, ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വിശേഷ തൈലം കൊണ്ട് തലയെ അഭിഷേകം ചെയ്തിരുന്നു. അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റി അല്ലേ ചെയ്തു കൊടുക്കുക. ഏറ്റവും നല്ല ആഹാരം, ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും നല്ല കിടക്കാനുള്ള ഇടം, ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെയാണ് ഇതിൽ പറയുന്നത്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു.
നമുക്ക് ഒരു ഉദാഹരണം അറിയാം. മത്തായി ഇരുപത്താറാം ചാപ്റ്ററിൽ ബെദാൻ ഐ തിങ്ക് ബെദാനിയയിലാണെന്ന് തോന്നുന്നു, ക്ഷമിക്കണം. കർത്താവ് ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം കർത്താവിൻ്റെ തലയിൽ ഒഴിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. മത്തായി 26:6 യേശു ബെഥാനിയയിലായിരുന്നപ്പോൾ കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് വിശേഷ പരിമള തൈലം കൊണ്ട് കർത്താവിൻ്റെ തലയിൽ അഭിഷേകം ചെയ്യുന്നൊരു ഇത് നമുക്ക് കാണാം. അതുപോലെയാണ് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. അതായത് നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം അതിലൂടെ നമ്മുടെ ഭൗതികമായ നന്മകളല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് നൽകി തരുന്നു. ഇനി 6-ാം വാക്യത്തിലും അതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എൻ്റെ ലൈഫ് ലോങ് നന്മയും കരുണയും ദൈവത്തിൻ്റെ ആ അൺവേവറിങ് ആയിട്ടുള്ള ആ സപ്പോർട്ട് ആൻഡ് കെയർ നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ലൈഫ് ലോങ് ആണ്, ഫ്രം ബർത്ത് ടു ഡെത്ത്. ലൈക്ക് നമ്മുടെ ഈ ലോകവാസത്തിൽ അവസാന വാക്യത്തിലെ ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നത്, ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കും എന്ന് പറയുന്നു, ദീർഘകാലം വസിക്കും. സോ അതിൽ വീണ്ടും ഉറപ്പിക്കുകയാണ്, ലൈഫ് ലോങ് നമുക്കുള്ള ആ ദൈവത്തിൻ്റെ സപ്പോർട്ടാണ് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മീനിങ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഏതൊരു സന്ദർഭത്തിൽ നമ്മൾ എടുത്ത് വായിച്ച് നമ്മൾ എല്ലാവരും ആശ്വാസം കണ്ടെത്തുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ് സങ്കീർത്തനങ്ങൾ 23. സോ നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രത്യാശ വയ്ക്കാതെ ഏതൊരു കാര്യത്തിലും കർത്താവിൽ കൂടുതൽ പ്രത്യാശ വെച്ചാൽ നമുക്ക് വേണ്ടുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാൻ നമുക്കല്ല അറിയാവുന്നത്, ദൈവത്തിനാണ് അറിയാവുന്നത്. സോ ആ ബെസ്റ്റ് പ്ലാൻ ദൈവം നടത്തും എന്ന് നമ്മൾ വിശ്വസിച്ച് വീണ്ടും വചനങ്ങളിൽ മുന്നേറാൻ ഞാൻ ദൈവസഭയെ ഓർപ്പിച്ചുകൊണ്ട് താണിരിക്കുന്നു. താങ്ക് യു.